ആശുപത്രികളിലെ ഗുണനിലവാര പരിശോധനയ്ക്കായിട്ട് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പ്രസ്താവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കായികൽപ്പ് അവാർഡ്, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ നിങ്ങൾ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം വ്യക്തമായിട്ട് പോകേണ്ടത്. നമ്മൾ കായികൽപ്പ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പലപ്പോഴും നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ ഒരു അസുഖമായിട്ട് പോയി മറ്റൊരു അസുഖം അവിടെ ഉള്ളതും കൂടെ ക്യാച്ച് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന ഒരുപാട് പ്രവണതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇൻഫെക്ഷൻ കൺട്രോളൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ സ്റ്റാഫിൻ്റെ കോർഡിനേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ അവിടുത്തെ പല സംവിധാനങ്ങളും, ക്ലീൻനെസ് എല്ലാം ബന്ധപ്പെടുത്തിയാണ്. അതാണ് ഈ കായികൽപ്പ് അവാർഡ് എന്നൊക്കെയുള്ള അവാർഡുകൾ. അതിനകത്ത് പൗരൻ്റെ ഡ്യൂട്ടീസ്, അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ എഴുതി വെക്കുകയും എക്സിബിറ്റ് ചെയ്യുകയും പൊതുജനങ്ങൾ അത് പാലിക്കുകയും, അതുപോലെ ഉദ്യോഗസ്ഥർ, അതുപോലെ ഡോക്ടേഴ്സും മറ്റുമായിട്ട് ഉദ്യോഗസ്ഥരും അത് പാലിക്കുകയും, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ തടയാനുള്ള ഒത്തിരി മാർഗ്ഗങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും സ്വീകരിക്കുന്നത്. ആശുപത്രി കോമ്പൗണ്ടുകൾ ഉൾപ്പെടെ, ആശുപത്രിയിലെ അപ്കീപ്പ് ഉൾപ്പെടെ, ആശുപത്രിയെ ബ്യൂട്ടിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആശുപത്രി വരുമ്പോഴത്തേക്ക് ഒരു നല്ല അന്തരീക്ഷം ലഭിക്കണം, ക്യൂ സിസ്റ്റം പാലിക്കുക, അതിനായിട്ട് ടോക്കൺ സിസ്റ്റം ഏർപ്പെടുത്തുക, വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അടുത്ത ഡോക്ടർ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് റിലാക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അപ്പോൾ പത്രമാസികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, മരുന്നുകൾ തന്നെ ഓർഡറിൽ ഡിസ്പെൻസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. മരുന്നുകൾ തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി അതിനെ അക്ഷരമാലാക്രമത്തിലും എമർജൻസി ബേസിസിൻ്റെ മെഡിസിൻസുകളും എല്ലാം അറേഞ്ച് ചെയ്ത് പക്കയായിട്ട് വെക്കുക. മരുന്നുകളൊന്നും ഒരിക്കലും തെറ്റിപ്പോകാത്ത രീതിയിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ. അത് ലബോറട്ടറി ആണെങ്കിൽ ആ ലബോറട്ടറിയിൽ ഇൻഫെക്ഷൻ കൺട്രോളുകൾ, അതിനകത്ത് ലബോറട്ടറിയിൽ നിന്ന് പോകുന്ന ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ എങ്ങനെയാണ് മാലിന്യം സംസ്കരണം ചെയ്യുന്നത്, അത് പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ചെയ്യുക. ഇതിനൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ്, അത് 300 വരുന്ന ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുക. ഇപ്പം ഒരു ആശുപത്രിയിലെ ബെഡ്ഷീറ്റുകളാണെങ്കിൽ തന്നെ അതിനെ കളർ കോഡുകൾ അനുസരിച്ച് എല്ലാ ദിവസവും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ചുവപ്പ് ഇടുകയാണെങ്കിൽ നാളെ ഓറഞ്ച് ഇടുക, അടുത്ത ദിവസം പച്ച ഇടുക. അപ്പം അത് മാറ്റി എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് പ്രോപ്പറായിട്ട് സംസ്കരിക്കുക. മറ്റ് വേസ്റ്റുകൾ, വേറെ ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളെയും പ്രത്യേകിച്ച് തരംതിരിച്ച് പ്രോപ്പറായിട്ട് സംസ്കരിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ആശുപത്രിയിൽ നല്ല പ്രാക്ടീസസുകൾ നടപ്പാക്കുക. മാസ്ക് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക, ഗൗൺ ഉപയോഗിക്കുക, സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ ഓരോന്നും യൂസ് കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുന്നതിനുള്ള പ്രോപ്പറായിട്ടുള്ള മെത്തേഡുകൾ സ്വീകരിക്കുക. ഇതെല്ലാം ചേരുന്ന ഒരു അവാർഡാണ് കായികൽപ്പ് അവാർഡ്. അതുപോലെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയും, NQAS. അതും നാഷണൽ സ്റ്റാൻഡേർഡുകളിൽ അതിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം, അതിനും 300 ചെക്ക് പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, അതിന് ഫ്രീക്വൻ്റായിട്ട് ചെയ്യുക, ആവർത്തികളായിട്ട് ചെയ്യുക, അതിനെ സസ്റ്റൈനബിളായിട്ട് നിലനിർത്തി. ഇതെല്ലാം കായികൽപ്പ് അല്ലെങ്കിൽ NQAS എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് നേടാൻ, അത് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബിലൂടെ ഇതൊന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ നടപ്പാകുന്നുണ്ട്. അതിനകത്ത് A to Z 300 ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ കൺട്രോൾ തടയാനൊക്കെയാണ് കായികൽപ്പ് അവാർഡ്